അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. ഏകപ്രതിയായ തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനെതിരെ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 2022 ഫെബ്രുവരി 6-നാണ് ചെടിക്കട ജീവനക്കാരിയായ വിനീതയെ സ്വർണ്ണമാലയ്ക്ക് വേണ്ടി രാജേന്ദ്രൻ കൊലപ്പെടുത്തുന്നത്. നഗരത്തിലെ 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് അന്വേഷണ സംഘം പ്രതിയിലേക്ക് എത്തിയത്. അജ്ഞാതനായ കൊലയാളിയെ തേടിയിറങ്ങിയ സിറ്റി ഷാഡോ പോലീസിന് ആദ്യം ലഭിച്ചത് കറുത്ത തൊപ്പിയും മാസ്കും ഷർട്ടും ധരിച്ച വ്യക്തിയുടെ ഈ ദൃശ്യങ്ങളാണ്. ഇയാളാകും പ്രതിയെന്ന് ഉറപ്പിച്ച ശേഷം അയാൾ സഞ്ചരിച്ച വഴിയിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. അതെല്ലാം ചേർത്ത് വെച്ചപ്പോൾ ആ ദിവസം പ്രതി രാജേന്ദ്രന്റെ മുഴുവൻ നീക്കങ്ങളും പോലീസിന് മുന്നിൽ തെളിഞ്ഞു വന്നു. അന്ന് രാവിലെ രാജേന്ദ്രൻ എത്തിയത് അയാൾ ജോലി ചെയ്യുന്ന പേരൂർക്കടയിലെ ടീ സ്റ്റോളിലാണ്. രാവിലെ 10:20 ഇത്. പ്രഭാത ഭക്ഷണം കഴിച്ച് താമസ സ്ഥലത്തേക്ക് മടങ്ങി. 11:29 രാജേന്ദ്രൻ കറുത്ത പാന്റും വെള്ള ഫുൾ സ്ലീവ് ഷർട്ടും കറുത്ത മാസ്കും ധരിച്ച് തലയിലൊരു കെട്ടുമായി അമ്പലമുക്ക് ജംഗ്ഷനിലൂടെ നടന്നു പോകുന്നു. മുട്ടട കുറവൻകോണം ഭാഗത്തേക്കാണ് പോയത്. ഇരയെ തേടിയുള്ള കൊലയാളിയുടെ സഞ്ചാരം. 11:32 ആയപ്പോഴേക്കും സാന്ത്വനം ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് അലങ്കാരച്ചെടിക്കട സ്ഥിതി ചെയ്യുന്ന കുറവൻകോണം ഭാഗത്തേക്ക് പോകുന്നു. 11:33 വിനീത ജോലി ചെയ്യുന്ന അലങ്കാരച്ചെടി വിൽപ്പനശാലയ്ക്ക് സമീപമുള്ള വീടിന്റെ CCTVയിൽ രാജേന്ദ്രൻ നടന്നുപോകുന്ന ദൃശ്യങ്ങളുണ്ട്. 11:52 കൊലപാതകം നടത്തിയ ശേഷം സ്വർണ്ണമാലയുമായി മടങ്ങിപ്പോകുന്ന രാജേന്ദ്രന്റെ ദൃശ്യം അതേ വീടിന്റെ CCTVയിൽ പതിഞ്ഞു. 11:54 രക്തം പുരണ്ട ഷർട്ടുമായി രാജേന്ദ്രൻ വീണ്ടും സ്വാന്തന ആശുപത്രിയുടെ മുന്നിലെത്തി. അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി മുട്ടടയിലേക്ക് പോയി. അവിടെ അലപ്പുറം കുളത്തിൽ രക്തം പുരണ്ട ഷർട്ട് ഉപേക്ഷിച്ചു. ഷർട്ടിനടിയിലുണ്ടായിരുന്ന ടീഷർട്ടും ധരിച്ചാണ് അവിടെ നിന്ന് പോയത്. 12:06 മുട്ടട ഹെൽത്ത് സെന്ററിന് സമീപത്ത് നിന്ന് സ്കൂട്ടർ യാത്രക്കാരനെ കൈകാണിച്ചു നിർത്തി അയാളുടെ വാഹനത്തിൽ കയറി പരുത്തിപ്പാറ ഭാഗത്തേക്ക് പോയി. 12:11 പരുത്തിപ്പാറയിൽ നിന്ന് സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് കേശവദാസപുരത്തേക്ക് പോയി. 12:13 കേശവദാസപുരത്ത് നിന്ന് ഇതേ സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് രാജേന്ദ്രൻ ഉള്ളൂരിലേക്ക് പോകുന്നത് കാണാം. ഉള്ളൂരിലിറങ്ങി അവിടെ നിന്ന് ഓട്ടോയിൽ കേശവദാസപുരം ഭാഗത്തേക്ക് പോയി. ഓട്ടോ ഇവിടെ പമ്പിൽ കയറി ഇന്ധനം നിറച്ചു. 12:38 അതേ ഓട്ടോയിൽ പേരൂർക്കടയിലെത്തി. പേരൂർക്കട ആശുപത്രിക്ക് സമീപമാണ് രാജേന്ദ്രൻ ഇറങ്ങിയത്. ആശുപത്രിക്ക് മുന്നിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് പ്രതി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണിത്. രാത്രി 7:40 കൈക്കുപറ്റിയ മുറിവിന് ചികിത്സ തേടി സുഹൃത്തിനൊപ്പം പേരൂർക്കട ജില്ലാ ആശുപത്രിയിലെത്തുന്നു. ആ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. പിറ്റേ ദിവസം രാവിലെ 8 സുഖമില്ലെന്ന് പറഞ്ഞ് സ്വദേശമായ തമിഴ്നാട്ടിലെ കാവൽക്കിണറിലേക്ക് പോയി. മോഷ്ടിച്ച സ്വർണ്ണമാല അവിടെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചു. അന്ന് 3 മണിക്ക് കാവൽക്കിണറിലെ ഇന്ത്യൻ ബാങ്കിന്റെ ശാഖയിലും അയാളെത്തി. ഈ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. ഈ ദൃശ്യങ്ങളിലൂടെയാണ് തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസും പേരൂർക്കട പോലീസും രാജേന്ദ്രൻ എന്ന കൊടും ക്രിമിനലിലേക്ക് എത്തിയത്. കൊലപാതകം നടന്ന് 5-ാം ദിവസം പ്രതി പിടിയിലായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.